ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൃഥ്വിരാജ് നായകനായി ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്ത് ഇന്നലെ നവംബർ 21 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി മിക്സഡ് ഓവറായി നേടിയെടുത്ത മലയാള സിനിമയാണ് വിലായത്ത് ബുദ്ധ. ജി.ആർ. ഇന്ദുഗോപന്റെ കഥയെ ആസ്പദമാക്കി ജി.ആർ. ഇന്ദുഗോപൻ, രാജേഷ് പിന്നാടൻ എന്നിവർ ചേർന്ന് തിരക്കഥ തയ്യാറാക്കിയ ഈ സിനിമയുടെ ആദ്യ ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ചയിലെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 1,80,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ആദ്യ ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 3 കോടി പ്രതീക്ഷിക്കുന്ന ഈ സിനിമ രണ്ടാം ദിവസം എന്ന ശനിയാഴ്ചയിലേക്ക് എത്തിച്ചേർന്നപ്പോൾ ചിത്രത്തിന്റെ കളക്ഷനിൽ നല്ല ഇടിവ് സംഭവിച്ചിരിക്കുകയാണ്. ഇന്ന് ഈ സിനിമ കേരളത്തിൽ 1 കോടി റേഞ്ചിലാണ് നേടിയെടുക്കാൻ സാധ്യത. അങ്ങനെ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 2,80,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. ആദ്യ 2 ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 4.5 കോടി റേഞ്ചിലുമാണ്. ഇന്നലെ നവംബർ 21 വെള്ളിയാഴ്ച തിയേറ്ററിൽ പോസിറ്റീവ് ഓവറായി നേടുന്ന മലയാള സിനിമയാണ് എക്കോ. കിഷ്കിന്ദ കാണ്ഡം എന്ന വിജയ ചിത്രത്തിലൂടെ ശ്രദ്ധേയരായ ബാഹുൽ രമേശ് തിരക്കഥ ഛായാഗ്രഹണം നിർവഹിച്ച് ദിൻജിത്ത് അയ്യപ്പൻ സംവിധാനം ചെയ്ത ഈ സിനിമ ആദ്യ ദിവസമായി ഇന്നലെ വെള്ളിയാഴ്ചയെ അപേക്ഷിച്ച് രണ്ടാം ദിവസമായി ഇന്ന് ശനിയാഴ്ച കേരളത്തിൽ 3 ഇരട്ടി കളക്ഷനാണ് നേടിയെടുത്തിരിക്കുന്നത്. സന്ദീപ് പ്രദീപ്, വിനീത്, നരയൻ, അശോകൻ, ബിനു പപ്പു, ബിയാന മോമിൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ ഇന്നലെ വെള്ളിയാഴ്ചയിലെ കേരള കളക്ഷൻ 75 ലക്ഷം രൂപയായിരുന്നു. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 2,10,00,000 റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് തന്നെ കേരളത്തിൽ 2,80,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. 2 ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 4 കോടി റേഞ്ചിലുമാണ്. ഇന്നലെ നവംബർ 21 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ തെലുങ്ക് സിനിമയാണ് രാജു വെഡ്സ് റാംബായി. സൈലു കമ്പാട്ടി തിരക്കഥയിൽ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അനിത ചൗധരി, ചൈതു ജൊന്നലഗൊദ്ദ, ശിവാജി രാജ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. യാതൊരുവിധ പ്രൊമോഷനോ ഹൈപ്പോ ഒന്നും കൂടാതെ തിയേറ്ററിലെത്തി ഈ സിനിമ മികച്ച അഭിപ്രായം നേടിയെടുത്തതോടെ ബോക്സ് ഓഫീസിൽ വമ്പൻ കുതിപ്പാണ് ഈ സിനിമ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി ആദ്യ ദിവസം 1,35,00,000 കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി 1.5 കോടി രൂപയും നേടിയെടുത്തിരുന്നു. എന്നാൽ രണ്ടാം ദിവസം എന്ന ശനിയാഴ്ച ഈ സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 2,10,00,000 രൂപയാണ്. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 2,60,00,000 റേഞ്ചിലുമാണ്. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് 4,10,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. നവാഗതനായ വികർണൻ അശോക് തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഇന്നലെ വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് മാസ്ക്. വെട്രിമാരെ നിർമ്മിച്ച് കെവിൻ, ആൻഡ്രിയ ജെറമിയ എന്നിവർ അഭിനയിച്ച ഈ സിനിമയുടെ കേരള തമിഴ്നാട് വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. കേരളത്തിൽ ആദ്യ ദിവസം 1,10,10,000 കളക്ട് ചെയ്ത ഈ സിനിമ തമിഴ്നാട്ടിൽ 1,50,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. കർണാടകയിൽ 6 ലക്ഷം രൂപയും ആന്ധ്ര തെലങ്കാനയിൽ 1 ലക്ഷവും കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 2 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ആദ്യ ദിവസം ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി ഈ സിനിമ 1,60,00,000 രൂപയാണ് നേടിയെടുത്തത്. സിനിമയുടെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 2 കോടി റേഞ്ചിലുമാണ്. അതേസമയം രണ്ടാം ദിവസം എന്ന ശനിയാഴ്ച ഈ സിനിമയുടെ കളക്ഷൻ കൂടിയിട്ടുണ്ട്. ഇന്ന് ഈ സിനിമയുടെ തമിഴ്നാട് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 1,70,00,000 റേഞ്ചിലാണ്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 2 കോടി പ്രതീക്ഷിക്കുന്ന ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി 2.5 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് 4,50,00,000 റേഞ്ചിലാണ് ഈ സിനിമ എത്തി നിൽക്കുന്നത്. ഇന്നലെ നവംബർ 21 തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് മസ്തി 4. മിലാപ് സവേരി തിരക്കഥയിൽ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ കൃതേഷ് ദേശ്മുഖ്, വിവേക് ഒബ്രോയി എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ ഇന്നലെ കേരളത്തിൽ കളക്ട് ചെയ്തത് 1,80,000 രൂപയായിരുന്നു. സിനിമ ആദ്യ ദിവസം ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി കളക്ട് ചെയ്തത് 3,45,00,000 രൂപയും വേൾഡ് വൈഡ് കളക്ഷനായി നേടിയെടുത്തത് 4,20,00,000 രൂപയുമായിരുന്നു. രണ്ടാം ദിവസമായ ഇന്ന് ശനിയാഴ്ച ഈ സിനിമയ്ക്കും കളക്ഷൻ കൂടിയിട്ടുണ്ട്. ഇന്ന് ഈ സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 3,75,00,000 റേഞ്ചിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 9 കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. ദുൽഖർ സൽമാൻ നായകനായി സെൽവമണി സെൽവരാജ് തിരക്കഥയിൽ സംവിധാനം ചെയ്ത് നവംബർ 14 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് കാന്ത. ഈ സിനിമ ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള 8 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തത് 4,66,00,000 രൂപയായിരുന്നു. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ 8-10 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 9 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ 4,75,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ 9 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 35 കോടി റേഞ്ചിലുമാണ്. പ്രണവ് മോഹൻലാൽ നായകനായി രാഹുൽ സദാശിവൻ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഒക്ടോബർ 31 തിയേറ്ററിലെത്തി മികച്ച വിജയം നേടിയെടുത്ത മലയാള സിനിമയാണ് ഡിയസീറെ. ഈ സിനിമ ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള 22 ദിവസം കൊണ്ട് കേരളത്തിൽ 37,14,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 10 ലക്ഷം റേഞ്ചിൽ തന്നെയാണ്. അങ്ങനെ 37,25,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ 23 ദിവസത്തെ കളക്ഷൻ എത്തി നിൽക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 81,65,00,000 റേഞ്ചിലാണ്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.